വീടും എല്ലാം പണയം വെച്ചിട്ടാണ് ഇവർക്ക് പൈസ കൊടുത്തത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പൈസയും അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാലോ, ഡയാലിസിസിൻ്റെ മാസം 60,000 രൂപ ആവുന്നുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റിന് വേണം 10-20 ലക്ഷം രൂപ. അതിൻ്റെ അകത്ത് നമ്മുടെ പൈസ മാത്രമേ തിരിച്ചു ചോദിക്കുന്നുള്ളൂ. അതുപോലും അത് അവർക്ക് തരാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കൂട്ടുകാരനൊക്കെ ചെയ്യാന്ന് പറ്റുള്ളൂ. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പയ്യനാണ് ഇപ്പോൾ സംസാരിച്ചത്. മറ്റുള്ളവർ ഇവർ വാഗ്ദാനം ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ജോലി ആഗ്രഹിച്ച് സാമ്പത്തിക ഇടപാട് നടത്താതിരിക്കുക, ശ്രദ്ധിക്കുക പ്ലീസ്. പോയി വീടരുത്. 6 മാസത്തിനുള്ളിൽ തന്നെ വിസ തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. വിസയും വന്നിട്ടില്ല, ഇതുവരെ വർക്ക് പെർമിറ്റും വന്നിട്ടില്ല. കാലാവധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ UK എക്സ്പ്രസിൻ്റെ അഥവാ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീരജ അമ്മൂസിൻ്റെ ഒരു വിഷയം സംസാരിച്ച സമയങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നീരജ അമ്മൂസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കൾപ്രിറ്റുകളും സൈഡിൽ കൂടെ അത് ഒതുങ്ങിപ്പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിസ സ്കാം, ഇത് നമ്മുടെ ഈ UK ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ പറയുന്ന നീരജയുടെ ജോലി പോയിട്ടുണ്ടെന്നുള്ളതാണ്. നീരജയുടെ ജോലി പോവുകയോ അല്ലാത്ത ആ ഒരു തരത്തിലുള്ള അവരുടെ ജെന്യൂനിറ്റി, അവർ പറയുന്ന ഒരു ജെന്യൂനാണെന്ന്, ജെന്യൂനിറ്റി അവർ പ്രൂവ് ചെയ്യേണ്ടതൊക്കെ അവരുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നടക്കട്ടെ. അതോടൊപ്പം തന്നെ പൈസ പോയവർക്ക് തിരിച്ച് പൈസ കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്ന പല ആൾക്കാർ, ഞാൻ അറിയുന്നത് ഇവരെല്ലാവരും ഒരു കക്ഷി കച്ചവടം നടത്തുന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. അതായത് നല്ല ഒന്നാന്തര ഉടായ്പ ഇതിൻ്റെ പുറകിൽ വീണ്ടും ഈ ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് വേറെ രീതി നടക്കുന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവില്ലാതെ നമുക്കാർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. മിക്കവാറും അത് 2 ദിവസത്തിനകത്തൊക്കെ അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് വേറെ ഒരു ട്വിസ്റ്റ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് UK എക്സ്പ്രസ്സുമായിട്ടുള്ള സ്കാം. നീരജ, അമൽ, ബ്ലസൻ, ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അർജുൻ അടക്കം, ഇങ്ങനെ കുറേ അർജുനാണോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കാര്യം. ഈ ഒരു വിഷയം ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോക്കകത്ത് ഇട്ട സമയത്ത് അതിനകത്ത് തന്നെ ഒരു ലിനാക്ക് എന്ന് പറയുന്നൊരു കമ്പനി UAE ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ മറ്റ് ചെക്ക് റിപ്പബ്ലിക്കിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിന്നാലെ തന്നെ എന്നെ കുറച്ച് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ വെറും ഒരു യൂട്യൂബറാണ്, അധികം വലിയൊരു ഇൻഫ്ലുവൻസറോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നുമല്ല. നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുള്ളതിനപ്പുറത്തേക്ക് വലിയൊരു സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നെക്കുറിച്ച് തന്നെ. അപ്പോൾ എന്നെ ചില ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഈ റിലേറ്റഡ് ടു ഈ നമ്മുടെ ഈ വിസ സ്കാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിനകത്ത് തന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിസ സ്കാമിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. അതായത് എന്നെ വിളിച്ച് സംസാരിച്ചത് ആ വിസ സ്കാമിൻ്റെ അകത്ത് ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട ആൾക്കാരാണ്. മനസ്സിലാക്കണം. അതായത് അതിനകത്തേക്ക് സ്റ്റാഫുകളായിട്ട് നിൽക്കേണ്ടി വന്നവർ, അവരെ തന്നെ അവരുടെ ഫോട്ടോയും അവരുടെ പേരുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേറെ വ്യാജ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് വേറെ തരത്തിലേക്ക് അവരെയും വച്ചുകൊണ്ട് ഇവർ ബിസിനസ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നൊന്നായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനി മുമ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം കാണേണ്ടത് ഒരു പാവപ്പെട്ട ചെറുക്കൻ. അവൻ്റെ വാക്ക് നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. ഇനിയെങ്കിലും ഈ കണ്ടവന്മാർക്ക് കൊണ്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ഈ പയ്യൻ്റെ വാക്ക് നിങ്ങളൊന്ന് കേട്ടിട്ട് പോകണം. അവൻ കരയുന്നില്ലെന്നേ ഉള്ളൂ. അവൻ്റെ അച്ഛന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാത്തൊരുത്തൻ ജീവിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്ത പൈസയും മുക്കി നശിപ്പിച്ച് നീയൊക്കെ നശിച്ചു പോകൂടാ. ഈ പരിപാടി കാണിച്ചിട്ടുള്ള ഒരുത്തൻ പോലും രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. എന്നെ പറയുന്നുണ്ട് ദുഷ്ടനെ പന പോലെ വളർത്തുന്നുള്ളതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ആദ്യം ഇതിനകത്ത് ആ ഒരു വോയിസ് കേൾക്കാം, ആ പയ്യൻ പറയുന്ന വോയിസ് കേൾക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ ആൾക്കാർ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ്. അത് മറ്റേ മല്ലു ബോയ്സ് എന്ന് പറഞ്ഞ ആൾ ചെയ്ത, അത് റീഫണ്ട് കിട്ടിയപ്പോൾ ഡിലീറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് ഒരാൾക്ക് റീഫണ്ട് കിട്ടിയ സമയത്ത് ഇതിൻ്റെ വോയിസുകളൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ, ഈ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടു. ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പ്ലേ ചെയ്ത് തരാം. അതോടൊപ്പം തന്നെ ഈ സ്കാമിൻ്റെ അകത്ത് പെട്ടവന്മാരുടെ വീഡിയോസും വന്നാലും പഠിക്കത്തില്ല. കുറെ അവന്മാരോട് നിൽക്കുന്നുണ്ടോ, ഇവന്റെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പ് നടത്തി കുറെ അവളുമാരും അവന്മാരോടെ ചേർന്ന് ഈ ചെറുപ്പക്കാരുടെ നിന്ന് പൈസ തട്ടിയെടുത്ത് കൊണ്ടുപോയി. തട്ടിപ്പ് എത്ര ലക്ഷം രൂപ പോയി? 2,35,000. ആ കമ്പനി എവിടെ? ദുബായ്. കമ്പനിയുടെ പേര് ലിനാക്ക് മൈഗ്രേഷൻ സർവീസ്. എന്റെ പേര് ജിതിനാണ്. എന്റെ കയ്യിൽ നിന്ന് പോയത് 2,35,000 രൂപയാണ് പോയത്. അമൽ 1.5 രൂപയാണ് പോയത്. ദുബായ് ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയായിരുന്നു ലിനാക്ക് മൈഗ്രേഷൻ. അപ്പം അവര് 6 മാസത്തിനുള്ളിൽ തന്നെ വിസ തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. വിസയും വന്നിട്ടില്ല, ഇതുവരെ വർക്ക് പെർമിറ്റും വന്നിട്ടില്ല. കാലാവധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റീഫണ്ട് ചോദിക്കുമ്പോഴത്തേക്കും അവർ പ്രോപ്പറായിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. വേറൊരു കാര്യം അറിയാമോ, ഈ മറ്റേ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറഞ്ഞ പോലെ, അതോ വഞ്ചന ചതി പാടില്ലെന്ന് എന്താണെന്ന് അത് കറക്റ്റ് ഒരു ടൈം നിങ്ങൾ അറിയാന്നുള്ളത് പറഞ്ഞിട്ടേ. അതായത് ഇതിനകത്ത് നിൽക്കുന്ന ചിലർക്ക് ഇത് ഒരുമിച്ച് കൂട്ടത്തോട് നിന്ന് പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനകത്ത് ചിലരുടെ പൈസ കിട്ടിയ സമയത്ത് ആ മാന്യന്മാരെല്ലാം ഈ ബാക്കിയുള്ളവരെ ഇട്ടിട്ട് ഇവന്മാർ ഈ വീഡിയോസ് മുക്കിപ്പിച്ച് അവന്മാരുടെ സെറ്റിൽമെൻറ്റ് ആയതുകൊണ്ട് അവന്മാർ ആ വഴിക്ക് പോയി. സ്വന്തം പൈസ കിട്ടിയപ്പോഴേക്ക് ബാക്കി കഷ്ടപ്പെടുന്ന കണ്ണീരടി കൂടെ നിന്നവന്മാരെല്ലാം ഉപേക്ഷിച്ചിട്ട് അവന്മാർ സ്വന്തം പൈസ കിട്ടി അവർ രക്ഷപ്പെട്ടു. എന്തൊരു മനുഷ്യരാടേ. അത് വേറൊരു
ഇല്ല, അവർ പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം, 1.5 വർഷമൊക്കെ ആവും. നമുക്കത് അറിയേണ്ട കാര്യമില്ല. പോളിസി പ്രകാരം നമുക്ക് റീഫണ്ട് തരണം. കാലാവധി ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ ദുബായ് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈനാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോട്ടയം ഈസ്റ്റിലും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് ഈ പെട്ട് കിടക്കുന്നവർ. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഇപ്പോഴും ആഡ് ഇട്ടുകൊണ്ടിരിക്കും, പല പല കൺട്രിയിലോട്ട് വിടാം, ഹൈ സാലറി ഒക്കെ ഓഫർ. കണ്ടോ, ലിനാക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ ഉടായ്പ കമ്പനിയെ കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും എൻ്റെ പുറകെ കുറേ ആൾക്കാർ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. വരണവന്മാർ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലിനാക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്, ഇവരാണ് ഈ പറ്റിപ്പ് നടത്തുന്നത്. മനസ്സിലാക്കണം. ഇതിലേക്ക് കൊണ്ട് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പോഴും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ ഇന്ന് പൈസ മേടിച്ചെടുത്താൽ അവന്റെ ഫോട്ടോ എങ്ങനെ ഉണ്ടോ? അവന്റെ അതൊന്ന് കാണിക്കാവോ? ഞങ്ങളെ മേടിച്ച് പറ്റിച്ചത് വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്തതും. വൈശാഖ് ഇവനാണ് നിങ്ങളെ മേടിച്ച് പറ്റിച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ വൈശാഖിനെ കുറിച്ച് ഞാൻ പറയാം. ഈ വൈശാഖ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിൻ്റെ അകത്ത് ഇപ്പോഴും ഈ ആൾക്കാർ ഈ ഒരു കാരണത്താൽ മരണത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതിൽ ഒരാളാണ് ഈ വൈശാഖ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മറ്റൊരു ജസ്നയെന്നോ അങ്ങനെ എന്തൊരു പേരുള്ള ഒരു പെൺകുട്ടി. അതായത് ഇവന്മാർ ഇതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ പയ്യൻ്റെ അടക്കമുള്ള ഫോട്ടോസ്, അവരുടെ ജോലി, അവരുടെ കൂടെ നിന്ന് പിന്നെ ഈ പറ്റിപ്പാണെന്ന് അറിഞ്ഞ് അതിൽ നിന്ന് മാറി ഇവർക്ക് കേസ് കൊടുത്തേക്കുവാണ് ഇവർക്കെതിരെ. അതായത് ഈ വൈശാഖ് അടക്കമുള്ള ആൾക്കാർ ഇതിനെതിരെയുള്ള കാര്യങ്ങളുടെ എല്ലാം സ്ക്രീൻഷോട്ട് അടക്കമുള്ള സംഭവം ഇട്ടിട്ടുള്ള പുറകെ വരുന്നുണ്ട്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിനകത്ത് ഇവരൊക്കെയാണ് പ്രതികളെന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. ആലോചിച്ച് നോക്കണം ഇവരുടെ കളികൾ ഏത് ലെവലിലാണ്. കുറേ അധികം ആൾക്കാരെ പറ്റിക്കുകയും ചെയ്തിട്ട് ആ പറ്റിപ്പിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരും അവസാനം പറ്റിപ്പാണ് തിരിച്ചറിഞ്ഞ സമയത്ത് അവരെയും വെച്ചുകൊണ്ട് വീണ്ടും പറ്റിക്കുകയാണ്. ഇവരുടെയൊക്കെ ഫോട്ടോസൊക്കെയാണ് പലയിടത്തും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ വിശാഖ അടക്കമുള്ള ആൾക്കാരെ ഇതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പയ്യനാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ ഈ മറ്റേ ചേട്ടാ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഇതുണ്ടല്ലോ സ്വിഗ്ഗി സൊമാറ്റോ അതൊക്കെ ഓടിയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ആ തരത്തിലാണ് ഞാനൊക്കെ വളരെ കഷ്ടപ്പെടുന്ന ഒരുത്തനാണ്. പക്ഷേ ഇതിനകത്ത് പോയി പെട്ടുപോയി. അതുപോലത്തെ ഒരു പെൺകുട്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവരെ ഹസ്ബൻഡ് ഒരു കൊച്ചിനവരെയൊക്കെ സത്യം ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നത്. എല്ലാവരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാവരും കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഇവർക്കെതിരെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോക്കകത്ത് ഈ വ്യക്തിയെ അനാവശ്യമായിട്ടാണെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും. കാരണം അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബാക്കി പിന്നാലെ കാണിച്ചു തരാം ഇതിനകത്ത് ഉടായ്പകളെ. അറിയോ? കൊല്ലം റീജിയൻ കണ്ടാണ്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം ഇതുപോലെ പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇപ്പം എറൗണ്ട് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നെ ആദ്യം കൺസൾട്ട് ചെയ്ത റിഷാഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. 4 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് പെർമിറ്റും വിസയും കിട്ടുമെന്ന് പറഞ്ഞു. ഏകദേശം 9 months ആയി. ഇതുവരെ ഒരു വിവരമില്ല, ഒന്നുമില്ല. വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് വിളിച്ച് ശൈല്യം ചെയ്യുമ്പോൾ ഇവർ ഇങ്ങനെ അറഗണ്ടായിട്ടാണ് അവരുടെ സംസാരം. നീ വല്ല തൊലിക്കാണ്ടെങ്കിൽ നീ തൊലിക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം. വേറെ ആർക്കും കൊണ്ട് കാണിച്ചാൽ. അതുപോലെ തന്നെ ഇവരുടെ ഫേസ് ബ്ലർ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വളരെ രൂക്ഷമായ രീതിയിൽ ഭീഷണിയും കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് ഇവരുടെ ഫേസ് ബ്ലർ ചെയ്യാൻ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് നിങ്ങൾ ആ ഒരു വിശാഖിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ അതിനകത്ത് പെട്ടുപോയ ഒരാളാണ്. ഓക്കെ, ഇനി ഒന്നൊന്നായിട്ട് ഈ സംഭവത്തിൻ്റെ അകത്ത് വോയിസ് നമുക്ക് കേൾക്കാം. ഇതിനകത്തുള്ള മെയിൻ കൾപ്രിറ്റുകളുടെ ഇതാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത്. വിശാഖ അടക്കമുള്ള ആൾക്കാർ പുറത്ത് വിട്ടേക്കുന്ന ആ സ്ക്രീൻഷോട്ടാണ്. ഇതിനകത്ത് ലിനാക്ക് മൈഗ്രേഷൻ UAE എന്ന് പറഞ്ഞിട്ട് ചിഞ്ചില വൈഷ്ണവ് ആൻഡ് ആസാദ് വൈഷ്ണേന്ദ് പിന്നെ നരേന്ദ്ര റെഡ്ഡി ആൻഡ് ഫാമിലി. നരേന്ദ്ര മറ്റേ യദുകുല മോഹന റെഡ്ഡി യൂറോപ്പ് തൊഴിൽ വാഗ്ദാനം സാമ്പത്തിക തട്ടിപ്പുകൾ അലർട്ട് നോക്കി. ഇത് ശ്രദ്ധിച്ച് നോക്കണം. ഇതൊക്കെയാണ് ആൾക്കാർ. വൈഷ്ണേന്ദ് ഫേക്ക് നെയിം റാം ആൻഡ് വിഷ്ണു, പിന്നെ വൈഷ്ണവ് ഫേക്ക് നെയിം ദേവ് ബ്രദർ ഓഫ് വൈഷ്ണേന്ദ്, കാർത്തിക റെഡ്ഡി ഫേക്ക് നെയിം നിത്യ, ആസാദ് ആൻഡ് ചിഞ്ചില സനിൽ ഫേക്ക് നെയിം ആദിത്യ ആൻഡ് അനാമിക. ആലോചിച്ച് നോക്കുക, അങ്ങ് എല്ലാം കൂടെ ഒരു കൂട്ടം ആൾക്കാരാണ്. ഞാനതാ പറഞ്ഞു എപ്പോഴും നമ്മൾ ഈ നീരജ എന്ന് പറഞ്ഞ് രാമനാമം പറയുന്നത് പോലത്തെ പരിപാടിയിലേക്ക് പോകുമ്പോൾ ഇതിനകത്തുള്ള റിയൽ കൾപ്രിറ്റുകൾ ഇപ്പോഴും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പല വിഷയങ്ങളുടെ അകത്ത് അമ്മാതിരി ഉടായ്പ കാണിച്ചുകൊണ്ടിരിക്കുക. UAE ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ഫേക്ക് ഏജൻസി ലിനാക്ക് മൈഗ്രേഷൻ സർവീസ് എന്ന സ്ഥാപനത്തിലെ നടത്തിപ്പുകാരായ ഇവർ ഇതിനോടകം കേരളത്തിൽ നിന്നും 200ഓളം വ്യക്തികളിൽ നിന്ന് യൂറോപ്പിൽ തൊഴിൽ വാഗ്ദാനം നൽകി കോടികൾ തട്ടിയെടുത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഒന്ന്, UAE-യിൽ തൊഴിൽ അന്വേഷിക്കുന്നവർ ഈ സ്ഥാപനത്തിലെ പല തസ്തികകളിലേക്കുള്ള ജോലി ഓഫറുകൾ നിരസിക്കുക. 2, മറ്റുള്ളവർ ഇവർ വാഗ്ദാനം ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ജോലി ആഗ്രഹിച്ച് സാമ്പത്തിക ഇടപാട് നടത്താതിരിക്കുക. ശ്രദ്ധിക്കുക പ്ലീസ്, പോയി വീഴരുത്. ഷംന സലാം എന്ന് പറഞ്ഞ അദ്ദേഹം ഇട്ടേക്കുന്നതാണ്. സ്കാം അലർട്ട് ലിനാക്ക് മൈഗ്രേഷൻ സർവീസ് ദുബായ്. ബിയർ ഓഫ് ദ വിസ സ്കാമേഴ്സ് ഇൻ ടു ദ ഫോട്ടോ. ദേ ഹാവ് ചീറ്റഡ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾസ് ആൻഡ് ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ് ടു ദ സ്കാം. ദേ ആർ ടോട്ടലി ഫേക്ക്. വൈഷ്ണേന്ദ് ഫാൾസ് നെയിം റാം, ആസാദ് ഫാൾസ് നെയിം ആദിത്ത്, വൈഷ്ണവ് ഫാൾസ് നെയിം ദേവ്, അജിത്ത് ഫാൾസ് നെയിം ചിഞ്ചില. ഓക്കെ, ആലോചിച്ച് നോക്കണം. ഇവരൊക്കെയാണ് ഇതിൻ്റെ ഈ ഉടായ്പിൻ്റെ ആൾക്കാർ. ഓക്കെ, ഇനി ആ പയ്യൻ്റെ അച്ഛൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് കാണിച്ചു തരാം. ഉടായ്പിൻ്റെ മറ്റൊരാൾ. ഇവരൊക്കെയാണ് ആൾക്കാർ കേട്ടോ. ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുക്കുവാണ്, ഒരു ചാറ്റ് വന്നിട്ടുണ്ട് ലിനാക്ക് മൈഗ്രേഷൻ ബിസിനസ് അക്കൗണ്ട്. നാണമുണ്ടോടെ എന്താണ് പിച്ചച്ചട്ടിൽ കൈയിട്ട് വാരൻ, ആകെ ഉള്ള വീടിന്ന് പോകും. ന്യൂസ് വരുമ്പോൾ ഇനി കാണാം വീട്ടുകാർ അറിഞ്ഞ് പറ്റിച്ചുണ്ടാക്കിയ പൈസ വീട്ടിലേക്ക് അയക്കുന്നതെന്ന്. ഹായ്, വി ആർ കറൻ്റ്ലി ഓഫ്ലൈൻ. ഓക്കെ, സൗമ്യയല്ലേ നിന്നെ പറ്റിച്ച്, അവളുടെ ഡീറ്റെയിൽസ് തരാൻ, പോയി മേടിച്ചോ. കണ്ടോ അവന്മാരുടെ മറുപടി കണ്ടോ? ഓക്കെ,
ആടാ കുട്ട എൻജോയ്, ആടാ കുട്ട വീട് പോകുമെന്ന് പറഞ്ഞ സമയത്ത് ആടാ കുട്ട എൻജോയ് എന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ നാണം വേണമെന്ന് പറയുന്നത് ആലോചിച്ചു. ഇങ്ങനെ പറയുന്ന പൈസ പോയ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരി, എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അല്ലേ കാണിച്ചേ. സോ ഐ എം ഒഫീഷ്യലി ടെർമിനേറ്റിംഗ് യുവർ ഫയൽ വിത്ത് ലിനാക് ആസ് പെർ അവർ എഗ്രിമെൻറ്റ് ആൻഡ് പോളിസി. ഐ വിൽ സെൻഡ് ടുഡേ ദ മെയിൽ, താങ്ക് യു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ മെസ്സേജിൽ നിന്ന്? ഞാൻ പൈസ കൊടുത്ത് സോൾവ് ആക്കി, എന്നിട്ട് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് തന്നു. അതോ ഐ ഡോണ്ട് വാണ്ട് ടോക്ക് ടു യു അബൌട്ട് എനിത്തിങ് എനിമോർ, സോറി ടു ക്രോസ് യുവർ ലൈൻ. പൈസയും പോയി, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റെ ലിമിറ്റ് ബ്രേക്ക് ചെയ്യുന്നൊക്കെ പറയുന്ന മരം വാണങ്ങളെ, നീയൊക്കെ എവിടെയെങ്കിലും നിനക്കൊക്കെ ഉള്ളത് കിട്ടും, ഒരു സംശയം വേണ്ട. അത് അത്രേ ഉള്ളൂ. ഇനി ആ പയ്യൻ പറഞ്ഞ വോയിസ് നിങ്ങൾ കേട്ടോ. ഇവന്മാർ കൊടുത്തേക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് ഇതാണ് ഈ പൈസ അടച്ചതിൻ്റെയൊക്കെ റെസിപ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ അതിനകത്തുള്ള യെസ് ബാങ്ക്. ഓക്കെ, പിന്നെ ലിനാക് മൈഗ്രേഷൻ എഗ്രിമെൻറ്റ്, റിട്ടേണർ എഗ്രിമെൻറ്റ്. ഓക്കെ, ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് വേണം ഫോർ ദ പ്രോഗ്രാം. അതിനകത്ത് ഇവന്മാർ കൊടുത്തേക്കുന്ന ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ കൊടുത്തിട്ടാണ് പറ്റിച്ചത് കേട്ടോ. ഇത്രയും കൊടുക്കുന്ന സമയത്ത് ഇത് ആൾക്കാർ അവരിതൊക്കെ കറക്റ്റായിരിക്കും, സത്യമായിരിക്കും എന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് പെട്ടുപോകുന്നതാണ്. ഇനി ആ വോയിസ് മൊത്തം കേട്ടോളൂ നിങ്ങൾ. അതിൻ്റെ അകത്തൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ്. അത് മറ്റേ മല്ലു ബോയ്സ് എന്ന് പറഞ്ഞ ആൾ ചെയ്തതാണ്. അത് റീഫണ്ട് കിട്ടിയപ്പോൾ ഡിലീറ്റ് ചെയ്തതാണ്. കണ്ടോ, റീഫണ്ട് കിട്ടിയപ്പോൾ ഡിലീറ്റ് ചെയ്തു. അവർക്ക് പൈസ കൊടുത്ത സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് വന്ന ഒരവസ്ഥയിലാണ്. അതായത് എങ്ങോട്ടേലും കയറി പോകണം, അങ്ങനെ ഒരവസ്ഥ വന്നു. അതായത് പപ്പയ്ക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ വന്ന 12,000 രൂപ വരും ഈ ഡയാലിസിസ് 3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ മറ്റേ മെഡിക്കലിൻ്റെ ചിലവും അതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയതിൻ്റെ കുറേ ടെസ്റ്റും മറ്റേ ഇതെല്ലാം കൂടെ കാരണം ഭയങ്കരമായിട്ട് പോയായിരുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആ ടൈമിൽ ആരും ഇല്ലായിരുന്നു. ഇപ്പോഴും ആരും ഇല്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എങ്ങനെയും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവന്മാർക്ക് കൊണ്ട് പൈസ കൊടുത്തത്. ഇവന്മാരുടെ വർത്താനം സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അതിലും മോശമായിട്ടൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര ഡൗൺ ആയിക്കൊണ്ട് അത് സേവ് ചെയ്തിടാനോ ഒന്നും പറ്റിയില്ല. അത് മറ്റേ ഡിസപ്പിയറിങ് മെസ്സേജ് ആയിരുന്നു അത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ലാതെ അതൊന്നും സേവ് ചെയ്തിടേണ്ട ബോധം പോലും ഇല്ലായിരുന്നു. ആകെയുള്ളത് ഒരു ഒറ്റമുറി വീടാണ്. അതിൻ്റെ അകത്ത് നമ്മൾ 4 പേര് കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അത് പപ്പ ഡയാലിസിന് പോവും. നമ്മൾ മറ്റേ വീട്ടിൽ ഇറച്ചിക്കടയുണ്ട്, അത് നോക്കുന്നു. എന്താ പറയുന്നത്, സത്യം പറഞ്ഞ ജീവിതം നശിപ്പിച്ചെന്ന് പറയാം. എൻ്റെ കരിയർ വരെ ഇവന്മാർ കാരണം പോയെന്ന് പറയാം. ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം എന്നെ പഠിപ്പിച്ചതും എല്ലാം പഠിപ്പിച്ചതും അച്ഛനും അമ്മയും, ബാക്കി ആരും അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടൊന്നുമില്ല. ഫ്രണ്ട്സ് ആയാലും ഫാമിലിയുടെ കസിൻസും അങ്ങനെ ആരും നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്ത് നിന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ഡൗൺഫാളിൽ നിന്ന് ഇപ്പോൾ ഒന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പോയിക്കോണെ എൻ്റെ CV അയച്ചു തരാം. ഇപ്പം ഇവന്മാരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇവന്മാർ ചോദിച്ചാൽ നിനക്ക് എന്താ നഷ്ടപ്പെട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മെടുക്കുക, നീ അത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യ്, അങ്ങനെയുള്ള സംസാരമാണ്. ഇവർക്ക് പൈസ കൊടുത്തതിൻ്റെ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പപ്പയുടെ ഡയാലിസിസും ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ പോകാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ വക്കിൽ വന്നിട്ടും ഇവർ പൈസ തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ വീടും എല്ലാം പണയം വെച്ചിട്ടാണ് ഇവർക്ക് പൈസ കൊടുത്തത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പൈസയും അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അറിയാലോ ഡയാലിസിസിൻ്റെ മാസം 60,000 രൂപ ആകുന്നുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റിന് വേണം 10-20 ലക്ഷം രൂപ. അതിൻ്റെ അകത്ത് നമ്മുടെ പൈസ മാത്രമേ തിരിച്ചു ചോദിക്കുന്നുള്ളൂ. അതുപോലും അത് അവർക്ക് തരാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആത്മഹത്യ ചെയ്യാന്ന് വെച്ച് പറ്റുള്ളൂ. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പയ്യനാണ് ഇപ്പോൾ സംസാരിച്ചത്. അവൻ്റെ പൈസ പോയി. കുറേ അധികം ആൾക്കാർ ഇതിനകത്ത് കൂടെ ഉണ്ടായിരുന്നു. അതിൽ പല ആൾക്കാരുടെയും വിഷയമായ സമയത്ത് ഇവന്മാർ കുറേ അധികം ആൾക്കാരെ സെറ്റിൽ ചെയ്തു. ഈ പയ്യൻ്റെ അച്ഛൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണേണ്ടത്. അവർ ഇത് ആലോചിച്ച് നോക്കണം. അവർ ഒരു ഇതിട്ടേക്കാണ് അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ കിട്ടാതെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടരുത്. കട്ടപ്പന ഇടുക്കി വാഴവര താമസിക്കുന്ന ദേവസ്യ KT ബേബി
കലാപുരത്തൊട്ടി. ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിലാണ്. ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി വൃക്കകൾ മാറ്റിവെക്കണം. ഉള്ളതിൽ നിന്നൊരു പങ്ക് നൽകി കൂടെ നിൽക്കാമോ? സെൻറ്റ് ജെറോം സ്കൂൾ, വെള്ളയങ്ങാടി പൂർവ്വ വിദ്യാർത്ഥി. 14 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടത്. ഒരു പാവം മനുഷ്യൻ. അയാൾ തന്നെ ആ ഒരു കിടപ്പിലായ സമയത്ത് മകൻ പോയി രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് അവരെന്തോ ആ ഒരു വീടിൻ്റെ പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ട് കൊടുത്ത പൈസ. എടാ നീയൊക്കെ എങ്ങനെയാടാ ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നത്? അവരുടെ ഗൂഗിൾ പേയും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തുകൊണ്ട് പബ്ലിക്കിലിട്ട പോസ്റ്റാണ്. ആ സാഹചര്യത്തിൽ നിൽക്കുന്നവരിൽ നിന്നാണ് ആ പൈസ കൊണ്ടുപോയെന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി അവർ കിടന്ന് നെട്ടോട്ട് ഓടുക. ആ സമയത്ത് അവർ താമസിക്കുന്ന വീട്, അത് പ്രമാണം, അതെല്ലാം കൂടെ ഇപ്പം അത് പോക്കാന്നുള്ള അവസ്ഥയിലാണ്. അവരെങ്ങോട്ട് പോവും? എന്ത് ദുഷ്ടന്മാരാണോ ഇതൊക്കെ? താൽക്കാലികമായിട്ടാണെങ്കിൽ കുറേ പൈസ കിട്ടുമായിരിക്കും. ആ കണ്ണീര് പറ്റിയ പൈസയും വെച്ചിട്ട് നീയൊക്കെ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നാണ് ചിന്തിക്കുന്നത്? ഈ ലോകത്ത് മറ്റേ ബുർജ് ഖലീഫ ഉണ്ടാക്കുമെന്നോ? അത് താജ്മഹൽ വേറെ പണിയുമെന്നോ? കുറേ ആൾക്കാരുടെ കണ്ണുനീര്, കുറേ ആൾക്കാരുടെ വേദനയും, കുറേ ആൾക്കാരുടെ പ്രതീക്ഷകളും അതെല്ലാം തച്ച് തകർത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ നീയൊക്കെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ലക്ഷറി അടിച്ച് ആഘോഷിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്നെങ്കിലും ഒരു ദിവസം അതിൻ്റെ ഇരട്ടി പുഴുവരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് അത് തീർച്ചയായിട്ടും അതിനുള്ളൊരു മറുപടി ഈ ശരീരം തന്നെ തിരിച്ചു തരും. ഇത് വേറൊന്നും കൊണ്ടല്ല. ഇതൊക്കെ നമ്മളൊക്കെ ഇത് കാണുന്ന പല ആൾക്കാരും പല ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട ആൾക്കാരായിരിക്കും. കുറേ അധികം ആൾക്കാർ ഈ UK ബേസുമായിട്ട് വിഷയം ഞാൻ സംസാരിച്ച സമയങ്ങളിലെല്ലാം പല ആൾക്കാരും എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യമാണ്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് കാലമായി, ഞങ്ങളുടെ മക്കളെ നാട്ടിൽ വിട്ടിട്ട് ഞങ്ങളിവിടെ വന്ന് ജോലി ചെയ്യുന്നു. ഭാര്യയും ഭർത്താവും മക്കളെ നാട്ടിൽ വിട്ടിട്ട് അവരവിടെ പോയി ജോലി ചെയ്യുന്നു. അവർ തെറ്റായ ഒരു സന്ദേശമുണ്ട്. ഇൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പം എന്നോട് ഓർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. സത്യം, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ UK ജീവിക്കുന്ന അവരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു യാന്ത്രികമായ ലൈഫാണ്. പണിയെടുത്ത് കഷ്ടപ്പെടുന്നു. എന്തെങ്കിലും തരത്തിൽ ജീവിക്കണമല്ലോ, മക്കളെ വളർത്തണം, അവരുടെ പഠിത്തം, മറ്റുള്ള കാര്യങ്ങൾ, ഒരുപാട് ലോണുകൾ, മറ്റുള്ള പല കാര്യങ്ങളുണ്ടാവും. ഈ ബഹുഭൂരിപക്ഷം ആൾക്കാരും അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ഈ ലോണുകളും ഈ മറ്റുള്ള വലിയ വലിയ സാമ്പത്തിക കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരുടെ ജീവിതത്തിനെ ഒഴിഞ്ഞു വയ്ക്കും. എന്നിട്ടോ അവർക്ക് റെസ്റ്റ് ഇല്ല, അവർക്ക് നേരാൻ വേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇതൊന്നുമില്ലാതെ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നു. പണ്ട് മണലാരണ്യങ്ങൾ എന്നുള്ള പറച്ചിലാണ്. ഇന്നാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൻ്റെ അവസ്ഥയും സെയിം തന്നെയാണ്. അപ്പോഴും അവർ പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് പരമാവധി പറ്റുമെങ്കിൽ ആ നാട്ടിൽ ആ രാജ്യത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല തൊഴിൽ നേടി അവിടെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു സുഖവും ഇവിടെ നിന്ന് വന്ന് കിട്ടിയിട്ട് ഇവിടെ നിന്നിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് എനിക്ക് സത്യമുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, കാരണം എനിക്കറിയില്ല. ഞാൻ ആകപ്പാടെ പോയിട്ടുള്ളത് UAE മാത്രമാണ്, കുറച്ച് നാൾ പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു നെറേറ്റീവ് ഉണ്ട്, നമ്മുടെ ഈ നാട് ഏറ്റവും മോശമാണ്, ഈ നാട്ടിൻ്റെ എല്ലാ സംവിധാനം മോശമാണ്, സ്വാതന്ത്ര്യം വേണമെങ്കിലും അടിച്ചു പൊളിക്കണം, എല്ലാം വിദേശത്ത് പോകണം. കുറേ റീലുകളും മറ്റുള്ള കാര്യങ്ങളും കണ്ടിട്ടാണ് ഇത് പറച്ചിലെന്ന് കേൾക്കണം. ഞാൻ ഒരു കാര്യം തുറന്ന് ഇങ്ങോട്ട് ഞാൻ പറയാം, ഈ നാട്ടിൻ്റെ അത്രയും, അഥവാ നമ്മുടെ ഈ സ്വന്തം കേരളത്തിൻ്റെ അത്രയും ഒന്നും ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് വേറൊരിടത്തും പോയിട്ടില്ല. അത് മെഡിക്കൽ, എൻ്റെ അടുത്ത് കുറച്ച് അധികം ആൾക്കാർ ഇപ്പോൾ പല കാനഡയിൽ ഏതൊക്കെ രാജ്യത്തുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡോക്ടറിനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഇന്നൊരു തലവേദനയോ എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ ആ പുള്ളിക്കാരനടുത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ അടുത്ത മാസം 5 മാസം കഴിയണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് കിട്ടുന്നതെന്നൊക്കെ പറയുന്നത്. ആലോചിച്ച് നോക്കണം നമ്മുടെ നാട് എന്തുമാത്രമാണ് നമ്മൾ ഉയർന്നു നിൽക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് ഒരുപാട് പരിമിതികൾ, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പഠിച്ചാൽ പറ്റത്തില്ല, സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് പുറത്ത് പഠിച്ചാൽ പറ്റുള്ളൂ. നമ്മുടെ മോൻ UK പഠിക്കുന്നു, എൻ്റെ മോൻ കാനഡയിൽ ജോലി ചെയ്യുന്നു, എൻ്റെ മോൻ അമേരിക്കയിൽ മറ്റേ വലിയ സംഭവമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനമൊക്കെ പറയുന്നു. പക്ഷേ ഈ ഏത് രാജ്യത്ത് ഇരിക്കുന്നവനാണെങ്കിലും ആ ഇരിക്കുന്നവൻ കിടന്ന് കഷ്ടപ്പെടുന്നുള്ള കാര്യം ആരും ഇവിടെ പറയുന്നില്ല. അമ്മാതിരി കഷ്ടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു കുറവുകൊണ്ടോ നമ്മുടെ ചില ഒരു പരിമിതികൾക്ക് കൊണ്ടോ, നമ്മുടെ വളർച്ചയുടെ വക്കിലാണല്ലോ, നമ്മൾ താഴ്ന്നു പോകുന്ന നാടൊന്നുമല്ല, വളർന്നുകൊണ്ടിരിക്കുന്ന നാടാണ്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ആ ഒരു ചില പരിമിതികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിൻ്റെ കാട്ടിൽ സ്വർഗ്ഗം നിങ്ങൾക്ക് വേറെ എവിടെ കാണാൻ പറ്റും? ഇത് എന്നോട് പറഞ്ഞ പല ആൾക്കാരും പറഞ്ഞതിൻ്റെ ഒരു ഇത് മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ. അതിന് ചിലപ്പോൾ ഒരു അതർ സൈഡ് ഉണ്ടാവും, ഇതിനെക്കാട്ടിലും വളരെ ബെറ്റർ ആണ് എന്ന് തോന്നുന്നവർക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇവിടെ ഇതേ പ്രതീക്ഷകൾ ഇങ്ങനെ പ്രചരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നിന്ന് യുവാക്കൾ ഇവിടം വിട്ട് പുറത്തേക്ക് പോകാൻ ചില ആൾക്കാരുടെയൊക്കെ നന്മ മരങ്ങളുടെ കുറേയധികം മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടപ്പോഴേക്കും നമ്മുടെ നാട്ടിലൊന്നുമില്ല, വിദേശത്താണ് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കുമ്പോഴേക്കും യുവതലമുറ നോക്കുമ്പോഴേക്കും എല്ലാം വിദേശത്താണ് ഉള്ളത്, നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം നേരെ ഇവിടെ നാട് വിടാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്ന ബാങ്കുകൾ, പിന്നെ എഡ്യൂക്കേഷൻ ലോൺ അടച്ച് തീർക്കാനുള്ള ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടൽ, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ തരത്തിൽ കഷ്ടപ്പെട്ട് യാന്ത്രികമായ ജീവിതം. അത് വേണ്ടെന്നല്ല, അത് അവരവരുടെ ഇഷ്ടമാണ് അതൊക്കെ. എങ്കിലും ഞാനിത് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഞാൻ എന്നെക്കുറിച്ച് പറയാം. ആസ് എ പേഴ്സൺ
എനിക്ക് ഈ നാടിനെക്കാട്ടിലും സന്തോഷം മറ്റൊരു നാടും തരത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നാട് മറന്നുകൊണ്ട് എനിക്ക് മറ്റൊരു നാട്ടിലേക്ക് പോയിട്ട് വലിയ ഇത് കെട്ടിപ്പൊക്കണമെന്ന് ഒരു താല്പര്യം തോന്നത്തേ ഇല്ല. ഇനി എന്തൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എനിക്കിത് തന്നെയാണ്. എനിക്ക് ഇവിടുത്തെ ഈ പരിമിതികൾ നിന്നുള്ള ജീവിതം തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയാം, ഒരിക്കലും നിങ്ങൾ അനുകരിക്കരുത്. സോ ഗൈസ്, ഇനിയെങ്കിലും പോയി ചതിക്കപ്പെടാതിരിക്കുക. ഒരുപാട് കണ്ണുനീര് പറ്റിയ പൈസകൾ കൊണ്ട് ഇവന്മാർ വീണ്ടും കെട്ടിപ്പൊക്കുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് വീണ്ടും ഓരോ അസ്ഥിവാരത്തിനും കല്ലിടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് പാഴാക്കാതിരിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു നീരജയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നീരജ എന്നുള്ള സംഭവത്തിൻ്റെ അപ്പുറം ഇതൊരു വളരെ വലിയൊരു ചെയിനാണെന്നും വളരെ വലിയൊരു സ്കാം ആണെന്നും ഇത് എല്ലാ രാജ്യങ്ങളിലേക്കും നടക്കുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഇനി ഈ ചതികളിൽ പെടാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ കാണുക ഗൈസ്. ബൈ.